നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ടേ നമുക്കൊരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ മുടക്കായത് കാരണമാണ് ഞാനിത് ചെയ്യാതിരുന്നത്. ഞാനിതൊക്കെ മുടക്കാണെന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ ഓൺ ചെയ്തപ്പോഴാണ് അറിയണത് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിലവിൽ ഇതൊരു ലൈവായിട്ടും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് ശ്രമിക്കാം. മാർക്കറ്റ് 23,19.042 ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 23,318.251 മാർക്കറ്റ് നിൽക്കുന്നത്. നിലവിൽ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 2314 മാർക്കറ്റ് ഫാളാവും. നിലവിൽ 2319.042 എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ഇനി ഒരു മണിക്കൂറൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ആവാൻ. അപ്പോൾ ഇത് ബ്രേക്കായി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് 2314 മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആവുന്നത്. ശരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നേ മാർക്കറ്റ് ഫാളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കണം, 4 മണിക്കൂറിൽ ഇത് അപ്പിലേക്ക് കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഡൗണിലേക്ക് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേരെ 2 മണിക്കൂറിലേക്കൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ എന്താണ്, ഇത് ഇവിടുത്തെ ക്രോസ് ഓവർ, അതായത് 2 മണിക്കൂറിൽ ഇവിടെ നിന്ന് ഈ ക്രോസ് ഓവർ വരെയുള്ള ബൈ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ട് മാർക്കറ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് 2318.997 സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ തിരിച്ചു കയറും. അതർവൈസ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഫാളായി 2313 മാർക്കറ്റ് ഫാളാവും. അത് 1 മണിക്കൂറിൽ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെയാണ്. ഈ ക്രോസ് ഓവർ മുതൽ, അതായത് ഇവിടെ നിന്നേ ഡൗൺ ആയിട്ട് വരികയാണ്. അത് നേരെ 30 മിനിറ്റിലേക്കാണെങ്കിലോ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. 15 മിനിറ്റിലാണെങ്കിലോ ക്രോസ് ഓവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് മാർക്കറ്റ് ഇവിടെ അപ്പാണെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു ആരോ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ലെവൽ, അതായത് നിൽക്കുന്ന കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2296 മാർക്കറ്റ് ഫാളാവുന്നത്. അവിടെ നിന്നും മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ 2282.844 മാർക്കറ്റ് ഫാളാവുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 2324.818 ആയിരിക്കും ആദ്യത്തെ മേളോട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ്. അതുക്കും മേളിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും പോണേ, 2328.88. അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് വലിയൊരു സ്പേസ് കിടപ്പുണ്ട്. 2372.208 പിന്നെ പോകത്തുള്ളൂ. അപ്പോൾ വളരെ വലിയൊരു മൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് എന്താ പറയാനുള്ള ഒരു വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതാണ് ഈ ആഴ്ചയിലെ നമ്മളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ യൂട്യൂബിൽ നിന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിത് എന്തിനാണ് ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ കൂടെ നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കും ഇവിടെ നിന്ന് അപ്പായി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഇവിടെ RSI 4 മണിക്കൂർ ക്രോസ് ഓവറായി അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പിന്നെ ഞാൻ ഫോറക്സ് ഇന്നാട്ടോ നോക്കുന്നത്.
അവിടെ വീണ്ടും മേളിൽ ക്രോസ് ഓവറായി, അത് വീണ്ടും താഴത്തോട്ടാവുന്നുണ്ട്. നേരെ അപ്പോൾ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. കൺസോൾട്ടേഷനാണ്. ഇത് വീണ്ടും ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ആ ക്രോസ് ഓവറിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൺസോൾട്ടേഷനാണ്. ആ കൺസോൾട്ടേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ക്രോസ് ഓവറിന് മുമ്പേ ഫുൾ ലെങ്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിലാണ് അത് കാണിക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം ഫ്രെയിമൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മളെന്താണ് 15 മിനിറ്റിലാണെങ്കിലും 30 മിനിറ്റിലാണെങ്കിലും മാർക്കറ്റ് നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ലെവൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 2314 സപ്പോർട്ടിംഗ് ലെവൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിരുന്നു 2318. കാരണം 15 മിനിറ്റ്സിൽ ക്രോസ് ഓവറാണ്. ആ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് വന്നാലും 2313.34 വരെ മാർക്കറ്റ് വരാനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു 3 പോയിൻറ്റും കൂടെ 2314.34 ഒരു 3 പോയിൻറ്റും കൂടെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങണം. അത് നമുക്ക് 5 മിനിറ്റിലേക്ക് നോക്കിയാലോ. ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ സ്റ്റിൽ മാർക്കറ്റ് എന്താ RSI തിരിച്ച് മുകളിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ ചാൻസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും 2322 പോരും. നേരെ മറിച്ച് ഇത് താഴത്തോട്ടാണെങ്കിൽ 2315 സപ്പോർട്ട് എടുക്കാൻ വരും. നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും മാറ്റി മാറ്റി നോക്കാം. 2 മിനിറ്റിലും എന്താ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കണം. അപ്പം മെജോറിറ്റി ഒരു 50% മുകളിലേക്കുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നത് എന്താ മാർക്കറ്റ് ഡൗണിലേക്കാണെന്നാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഇവിടം വരെ മുട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ RSI ഒക്കെ തിരിച്ച് ക്രോസ് ഓവർ ആവുന്നവരെ ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ അവിടെ മേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2317 ആയിട്ടുണ്ട്. നമ്മൾ മെജോറിറ്റി പറഞ്ഞ ഒരു ടച്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2314. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്തുമെന്ന് നോക്കാം. അതിനുശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇവിടുത്തെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈയിലാണ് ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ മേ ബി ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ വിക്ക് കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSIയുടെ ക്രോസ് ഓവർ വെച്ചിട്ടാണ് 2 മിനിറ്റിൻ്റെ ഒരു RSI ക്രോസ് ഓവർ വെക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഇനിയിപ്പോൾ ലൈവ് കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. RSI ഈ 2 മിനിറ്റ് ക്രോസ് ഓവർ ആവാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, സിയിലേക്ക്, അതാ സി എന്ന ബൈ വരുള്ളൂ. ഈ ഓപ്ഷൻ ചെയ്ത് ശീലിച്ചുകൊണ്ടാണ് ബൈയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. 2318.496 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ടിപ്പിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയിരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈമാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിക്ക് 2314.4 എന്ന് പറയുമ്പോൾ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്താൽ 2314 വരെ വരുമോ അതോ നിൽക്കുന്ന ഈ ലെവലിൽ ബോഡി ക്ലോസ് ആയിട്ട് തിരിച്ചു പോകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 2 മിനിറ്റിൽ RSI നമ്മൾ നോക്കിയത്. ഇനിയും കുറച്ചും കൂടെ അക്യുറസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് 1 മിനിറ്റിൽ ഇട്ട് നോക്കിക്കഴിയുമ്പോൾ എന്താ 1 മിനിറ്റിൽ ഒരു പിൻ ബാർ വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് എങ്ങോട്ട് പോകും, 2318.496 റീടെസ്റ്റ് അടിക്കാനായിട്ട് പോകും. RSI 1 മിനിറ്റിൽ ഓപ്പൺ അപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അക്യുറസി ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചാർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കെന്താ ഓരോ ടൈം ഫ്രെയിമിലും നമ്മൾ പ്രൈസ് ആക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വരക്കണ്ട. എന്നെ സംബന്ധിച്ച് ഇതൊരു പിൻബാറാണ്. അപ്പോൾ ഇതിൻ്റെ 2316 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മൂവ് എന്ത് ചെയ്യും, നിലവിൽ
2318.496 വരെ മാർക്കറ്റ് ചെല്ലും. അപ്പോൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2317.338, 2318.627 വരെ മാർക്കറ്റ് ടച്ച് ആവും. അതൊരു സംശയമില്ലാത്ത കേസാണ്. 2318.633, 2318.523 ട്രിഗർ പ്രൈസ് ഇട്ടാലും നമുക്കതൊരു ചെറിയ പ്രോഫിറ്റബിളാണ്. കാരണം ചെറിയ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ്പർ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ട്രിഗറും അല്ലെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ചെറിയ പ്രോഫിറ്റ്, ചെറിയ സ്റ്റോപ്പ് ലോസ്, വലിയ ടൈം ഫ്രെയിമിൽ വലിയ സ്റ്റോപ്പ് ലോസ്, വലിയ പ്രോഫിറ്റ്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡോളറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കേണ്ടി വരും. വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 2318.522, അതായത് ഓരോ മിനിറ്റ് കഴിയുന്തോറും അതിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതെന്തായാലും മഞ്ഞളായി മുട്ടും. അത് ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഈസി ആയിട്ട് അത് പ്രോഫിറ്റബിളാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഒരു പിൻബാർ വന്നു, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു, ഞാൻ ഡെഫിനറ്റ്ലി 2317 എൻട്രി എടുക്കും. 17 എന്ന് എൻട്രി എടുത്താൽ എന്തേ മഞ്ഞ ലൈനിൽ മുട്ടി. നിലവിലെ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അല്ലെങ്കിൽ ഈ RSI എവിടം വരെ പോകുന്നോ അവിടം വരെ നമുക്ക് ക്രോസ് ഓവർ, ഈ ക്രോസ് ഓവർ എവിടം വരെ ഉണ്ടോ അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതാണ് സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം. 2318.445 ആ ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നിസ്സാരമായിട്ട് 1 മിനിറ്റാണ് ലോഡ് സൈസ് കൂട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൻ്റെ ഫോളോ ചെയ്യാം. ഇവിടെ എത്ര സ്ഥലത്തുണ്ട് അതേപോലത്തെ മൂവ്മെൻറ്റ് ഇന്ന് നടന്നേക്കണത്. ഇവിടെ ഇവിടെ വന്നേക്കണം അതേ പിൻബാർ പോലെ ഇവിടെ വന്നു, അവിടെ നിന്ന് മാർക്കറ്റ് നേരെ മൂവ് ചെയ്തു. അതേപോലെ ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, അത് നല്ല രീതിയിൽ ഒരു ചെറിയൊരു രീതിയിലാണെങ്കിലും മൂവ് ചെയ്തു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇവിടെ തൊട്ട് ഈ ഒരു മഞ്ഞ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ബേസ് ചെയ്ത് മുട്ടുന്നവരെയും ഓക്കെയാണ്. ഞാനൊരു എന്താ പറയണേ, ഒരു വേറെ ഫണ്ടമെൻ്റൽ അനലൈസോ ന്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ അതുക്കപ്പുറം വേറെ ഒരുപാട് സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, ഇതൊന്നും ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ ചാർട്ട് പ്രകാരം എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എന്താണോ പറഞ്ഞ് അത് ഞാൻ ഹോൾഡ് ചെയ്തു, ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യൂ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 4 അവർ ചാർട്ടിൽ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി. എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വരണം കേട്ടോ, ഇവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ്. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡിംഗ് ഉണ്ടാവട്ടെ. വളരെ ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് അവിടെ മുട്ടും ഇവിടെ നമുക്ക് എൻട്രി എടുക്കാമെന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ റീസൺ. അപ്പോൾ അതേപോലെയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു ചാർട്ട് റീഡിങ് ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവുമെന്നല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് ഇന്ന് ഫോറക്സ് ചെയ്ത് നാളെ കൊമോഡിറ്റി ചെയ്ത് മറ്റന്നാൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകുന്ന പരിപാടിയല്ല. നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക. ആ ചെയ്യുന്ന സാധനത്തിന് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റാണെങ്കിലും അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡർ ആവാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിലും ഇതൊക്കെ തുടക്കത്തിലേക്ക് കൊടുത്തിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല. അത് ഞാനിവിടെ ഒരു ഐ ബട്ടണിലുള്ള ഒരു വീഡിയോയും കൂടെ കൊടുത്തേക്കാം. 14.09 ആകുമ്പോഴത്തേക്കും തെളിഞ്ഞു വരും. ഇൻഫർമേഷൻ വീഡിയോ ആണ് ഈ ചാർട്ടിൻ്റെ. അത് നിങ്ങൾക്ക് കാണാം, പഠിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.